ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, പോച്ചയ്ക്ക് ഉള്ള ഇന്ന് ജാമ്യം അനുവദിച്ചു. രാവിലെ ജാമ്യം കൊടുത്തതാണ്. ഉച്ചയ്ക്ക് വിധി വന്നു, പക്ഷേ കോടതിയിൽ നിന്ന് പുറത്തേക്കില്ല. അതൊരു കണക്കിന് നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്ര അധികം ഫാൻസാണ് ജയിലിൻ്റെ ഡോറിൻ്റെ മുമ്പിലുള്ളത്. ഇതിലിറങ്ങി വന്നാൽ പാവം അതിന് പിന്നെ അതേപോലെ ജയിലിൽ കയറ്റേണ്ടി വരും. അത്രയ്ക്കും അവർ അവിടെ രോഷാകുലരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാട്ടിക്കൂട്ടിൽ ചിലപ്പോൾ മൂപ്പരിനെ വിപരീതമായിട്ട് ബാധിച്ചെന്ന് വരും. അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇന്ന് ഒരു സീൽ വെച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ മൂപ്പരെന്ന് പുറത്തിറക്കാത്തത്. അത് ചിലപ്പോൾ പോച്ചയ്ക്കുള്ള ഒരു ആശ്വാസം കൂടി ആയിരിക്കും അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കണം നല്ലത്. അയാൾ ചെയ്ത തെറ്റിന് അയാൾക്കുള്ള ശിക്ഷ കിട്ടി. ഇനിയും അയാൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോയിക്കോളും. അയാൾ പറഞ്ഞു, ഞാൻ തെറ്റ് സമ്മതിക്കുന്നു, എൻ്റെ ഇത് കൊടുക്കാം, പാസ്പോർട്ട് ഞാൻ ഏൽപ്പിക്കാം എന്നൊക്കെ അയാൾ പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഓരോ വീഡിയോയിൽ ഈ ചാനലിൽ എടുക്കാൻ വരുന്നവരാണ് ഇത്രയ്ക്കും അയാളെ വഷളാക്കുന്നത്. ഓരോരോ ചോദ്യം അങ്ങോട്ടും ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ ഹണി റോസിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെയാണോ നിങ്ങൾ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ 2-3 ചാനലിലായിട്ട് അയാളോട് ചോദിക്കുന്നത് കേട്ടോ. എന്തിനാണ് അതങ്ങനെ ചോദിക്കുന്നത് അറിയോ? അയാൾ അതിനനുസരിച്ചുള്ള മറുപടി പറയുമെന്ന് എല്ലാവർക്കും അറിയാം. അയാൾ ദ്വയാർത്ഥത്തോടു കൂടി വർത്തമാനം പറയുന്ന ഒരാളാണെന്ന് ഏത് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും അറിയാം. അത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം അയാൾക്ക് കുറ്റം വന്നപ്പോൾ ഇപ്പം എല്ലാവരും അയാൾക്കെതിരെ തിരിഞ്ഞു. അയാൾ അങ്ങനെ പറയുന്ന ആളാണ്, ഇങ്ങനെ പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ് അയാൾ പറയുന്നത്. പക്ഷേ അയാൾ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴോ വയനാട്ടിൽ നിന്ന് അയാളിനെ എറണാകുളം വരെ എത്തിച്ചു. യാതൊരു ഒരു പ്രഹസനമോ അങ്ങനെയൊന്നും അയാൾ കാണിച്ചിട്ടില്ല. മര്യാദയോടുകൂടി തന്നെ അയാൾ ജീപ്പിലിരുന്ന് ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും കൈവീശി എല്ലാം കാണിച്ച് ഒരു ദിവസം ജയിലിൽ പേപ്പർ വിരിച്ച് കിടന്നു. പിറ്റേ ദിവസം കോടതിയിലെത്തിയപ്പോൾ എന്തെങ്കിലും പറയേണ്ട വെച്ചപ്പോൾ ഇല്ല, അവർ നല്ല മാന്യമായ രീതിയിലാണ് പെരുമാറിയെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാൻ അയാളെ വല്ല കൊലപാതകിനെയോ അല്ലെങ്കിൽ നക്സലൈറ്റിനെ കൊണ്ടുവരുന്ന പോലെയാണ് അയാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരു പരാതി അയാൾ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ അയാൾക്ക് പറയായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരാളൊന്നുമില്ല. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നു ഒക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ ബിസിനസ്സുകാരാകുമ്പോൾ കുറേ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാവും. ഏത് ബിസിനസ്സുകാർക്ക് തട്ടിപ്പില്ലാത്തത്? തട്ടിപ്പില്ലാണ്ട് ആരെങ്കിലും ഒന്ന് പണക്കാരായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അയാൾ പിന്നെ ഇതാണ്ടോ, ഇതാണ് കുന്തി ദേവി എന്ന് പറഞ്ഞത്. ഈ വേഷത്തിൽ കുന്തി ദേവിനെ പോലെ എനിക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിനെ അവൾ ചിരിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അയാളിനെ ഇത് കഴിഞ്ഞിട്ടും അവൾ അയാളുടെ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ വിളിച്ചാൽ പോകാതിരിക്കണമല്ലോ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞ് എന്നിട്ട് ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ട് കേസ് കൊടുത്തു. അയാൾ ജയിലിൽ കിടന്നു. സ്വാഭാവികം. കേസ് കൊടുത്താൽ പിന്നെ തെറ്റ് ചെയ്ത ജയിലിൽ കിടക്കണം. അയാളത് കടന്നു. അയാൾക്ക് യാതൊരു പരാതിയുമില്ല. അയാളതിന് പ്രതികാരം ചെയ്യാനൊന്നും അയാളൊന്നും പറഞ്ഞിട്ടുമില്ല. അയാളുടെ വക്കീലാണെങ്കിലും അതേപോലെ ഭയങ്കര താഴ്മയോടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് വേണമെങ്കിൽ എന്തെല്ലാം ഉണ്ടാകാം. പക്ഷേ അയാൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇന്ന് അയാളെ പുറത്തിറക്കാത്തത് ഏറ്റവും നല്ല കാര്യമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ ആൾക്കാരാണ് അയാളിനെ ഈ വിധത്തിലും കൂടി ആക്കുന്നത്. ഇപ്പോൾ ചെമ്മണ്ണൂർ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തെ ഞങ്ങൾക്കിവിടെ പാലക്കാടൊക്കെ അറിയപ്പെടുന്നതാണ്. കുറേ ആൾക്കാർക്ക് കല്യാണങ്ങൾക്ക് അയാൾ കടം കൊടുത്തിട്ടുണ്ട്. പിന്നീട് കൊടുത്താൽ മതി. അതൊക്കെ എല്ലാവർക്കും ഉപകാരമല്ലേ? ഇത് ഇന്നൊന്നുമല്ല, 10-30 കൊല്ലം മുമ്പ്. ഏത് ജ്വല്ലറിക്കാരും ഇപ്പോഴത്തവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഈ പാലക്കാട് ഉള്ളവരൊക്കെ എന്താണ് എത്ര ആയാലും അയാൾ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്. ചൂരൽമലയിൽ അയാൾ പോയി. ഏത് മുതലാളിമാരാണ് അവിടെ വന്നിട്ടുള്ളത്? അയാൾ പോയി വേണ്ടതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾ എങ്ങനെയോ ആകട്ടെ, തട്ടിപ്പോ വെട്ടിപ്പോ യാർത്തോ എന്തോ ആയിക്കോട്ടെ, പാവങ്ങളെ സഹായിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഗൾഫിൽ തൂക്കിലേറ്റാൻ നിൽക്കുന്ന ആൾക്ക് പണം വേണം പറഞ്ഞ് എല്ലാവരും മേപ്പെട്ട് മേയിച്ച് നോക്കുമ്പോൾ അയാൾ പൊരി വെയിലായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടായിരുന്നു. അതിലയാൾ പുറത്തിറങ്ങിയിട്ട് പിച്ച തണ്ടും പോലെ തെണ്ടിയിട്ട് അയാൾ പൈസ ഉണ്ടാക്കി അയാളുടെ അമ്മേൻ്റെ അടുത്ത് വാങ്ങിയിട്ട് കൊടുത്തു.
ഇതൊക്കെ കുറേ നന്മകൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ എന്തെങ്കിലും ഒന്നിൻ്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ദ്വയാർത്ഥ അയാളുടെ ഏത് എന്താണ് ഇത് വീഡിയോ എടുത്താലും അയാളുടെ കാണാം, ഏത് അഭിമുഖം എടുത്താലും അയാളുടെ ദ്വയാർത്ഥം കാണാം. പിന്നെ ഈ ചുറ്റിക്കലൊക്കെ അവളുടെയൊക്കെ ഇഷ്ടം. ഇവളെ കയ്യിൽ തന്നെയല്ലേ പോണത്. അല്ലാണ്ട് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നു, പണം വാങ്ങാണ്ട് പോവുമോ? ഈ വേഷം കണ്ടിട്ടുണ്ടെങ്കിൽ ആരാ പറയുക? സന്യാസി വേഷം. ആ സന്യാസികൾ മേലെ കെട്ടുന്ന പോലെ കെട്ടിയിട്ട് അയാളെ കൊടുക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ഇതിൻ്റെ പിന്നിൽ കളിച്ചത് തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജയിലിലിട്ടിട്ട് ഇത് കാട്ടാൻ മാത്രമൊന്നും അയാൾ ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അയാളെ ഞാൻ എന്താണ് പൊന്തിച്ച് പറയേ അല്ലാണ്ട് ഹണി റോസിനെ താഴ്ത്തി പറയുകയൊന്നുമല്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജാസ്മിനെ ബിഗ് ബോസിലാവുമ്പോൾ പറഞ്ഞ ആൾക്കാരനെ എത്രയോ ആൾക്കാരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കണം. അമ്മാതിരി വർത്തമാനങ്ങൾ ജാസ്മിനെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കുള്ള വർത്തമാനങ്ങളൊന്നും എന്തായാലും ഹണി റോസിനെ പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നിട്ട് എന്താണ്, ആ കുട്ടി എന്തിനെങ്കിലും നിന്നോ? ആ കുട്ടി ഇപ്പോഴും ഇറങ്ങി വന്ന് അവളുടേതായ രീതിക്ക് ജീവിക്കണം. അതൊക്കെയാണ്. ഇത് കാശുണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ച് പ്രസിദ്ധി ആർജിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. കുറച്ച് പ്രശസ്തി കിട്ടും, അവളുടെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാവരും ഈ കേസിലാവും, പെണ്ണുങ്ങളെല്ലാവരും അവളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. അവൾ അതിനനുസരിച്ച് നടന്ന എല്ലാവരും അവളുടെ കൂടെ നിൽക്കും. കാരണം അവൾ ഓരോ വേഷം കെട്ടിയിട്ട് വരുന്നത് കണ്ട പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് അവൾ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ. മാന്യമായ സ്ത്രീകൾക്ക് അപമാനം തന്നെ. ഡ്രസ്സ് എന്തും ഇടാന്നുള്ളത് കോടതി വിധി ഉണ്ടെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഈ കോടതികൾ കുറേയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മാന്യമായ വസ്ത്രം ധരിക്കണം, എന്നിട്ട് 4 ആൾ കൂടുന്നവിടെ വരണം. എന്താ അങ്ങനെ വന്നാൽ ആളുണ്ടാവില്ല എന്ന് അവൾക്കറിയാം. അവൾ ആകെ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല അവൾ കാശുണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഞാൻ. ബോബി ചെമ്മണ്ണൂർ ഒരു ഭാഗം പറഞ്ഞതുമല്ല, ഒന്നുമല്ല. അതിപ്പോൾ അവളുടെ വേഷം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ എന്തിനപ്പോൾ ഒരാളിങ്ങനെ കുറ്റം പറയണത്? പിന്നെ അയാളെ ഇനിയെങ്കിലും ഈ ഫാൻസുകാർ ഇനി ഒരുപാട് ക്രൈമിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അയാൾക്കതൊരു ഹരാവും. അപ്പോൾ അയാൾ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്കതിന് ഇനിയും കേസ് വരും. ദയവേത് നിങ്ങളാരും അതിന് നിൽക്കണ്ട. അത് അതിൻ്റെ പാട്ടിൽ ജീവിച്ചു. അതിനൊരു കുടുംബമുണ്ട്, അതിൻ്റെ മകളും ഭർത്താവും അതിൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരും അയാൾക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അയാളിനൊന്ന് വെറുതെ വിടുക. അയാൾ ജീവിച്ചു പോയിക്കോട്ടെ. കുറേ ആൾക്കാർക്ക് കഞ്ഞി കൊടുക്കുന്ന മനുഷ്യനാണ്. എത്രയോ ലക്ഷക്കണക്കിന്, ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരുപാട് ആൾക്കാർ അയാളുടെ ശമ്പളത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരാളൊരു സ്ഥാപനം തുടങ്ങുക പറഞ്ഞാൽ കുറേ കുടുംബങ്ങളുടെ പട്ടിണി മാറ്റുക എന്നുള്ളതും കൂടിയാണ്, ആ സ്ഥാപനത്തിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടി ചിന്തിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്കിത് പറയാൻ. അപ്പം ഇന്ന് ജയിലിൽ നിന്ന് മൂപ്പരെ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതിനിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ